CBSE സ്റ്റുഡൻസ്, അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പറയാനാണ് മിസ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ ഡേറ്റ് ഷീറ്റ് അല്ലേ, എക്സാമിൻ്റെ ഡേറ്റ് ഷീറ്റ് പബ്ലിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ എക്സാമുകളും എപ്പോഴാണ് തുടങ്ങുന്നത്, ഓരോ എക്സാംസിൻ്റെയും ഡേറ്റ് എന്തൊക്കെയാണെന്ന് എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിന് പുറമേ ആയി ഇപ്പം നമ്മളുടെ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ, അതായത് CBSEയുടെ മെയിൻ വെബ്സൈറ്റിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു പുതിയ സർക്കുലർ വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അല്ലേ. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ പ്രാക്ടിക്കൽ പ്രൊജക്റ്റ് ആൻഡ് ഇന്റേണൽ അസസ്മെന്റിന്റെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ള ഒരു കൺഫർമേഷൻ അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സർക്കുലർ ആണ് ഇപ്പം പുറത്ത് വന്നിട്ടുള്ളത്. അപ്പം നമുക്കത് എന്താണെന്നൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം അല്ലേ. അപ്പം ഈ സർക്കുലേഴ്സും അതുപോലെ തന്നെ CBSEയുടെ അപ്ഡേറ്റ്സും എല്ലാം നമുക്ക് CBSEയുടെ മെയിൻ വെബ്സൈറ്റിലാണ് കിട്ടുക. അപ്പോൾ CBSEയുടെ മെയിൻ വെബ്സൈറ്റ് എന്ന് പറയുന്നത് cbse.gov.in എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ടാബാണ് ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നമ്മൾ മെയിൻ വെബ്സൈറ്റ് ആണ് എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ മെയിൻ വെബ്സൈറ്റിലേക്ക് പോകുമ്പോൾ ഏറ്റവും താഴെയായിട്ട് ലേറ്റസ്റ്റ് അറ്റ് CBSE എന്ന് പറയുന്ന ഒരു ടാബ് കാണാൻ പറ്റും. അപ്പം അവിടെയാണ് നമ്മളുടെ പുതിയ CBSE 10 ആണെങ്കിലും അതുപോലെ തന്നെ +1 ആണെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ എല്ലാ അപ്ഡേറ്റ്സും വരുന്നത് ഇവിടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ 2 ദിവസം മുമ്പ്, അതായത് നമ്മളുടെ 12-ാം തീയതി അല്ലെ, ഡിസംബർ 12-ാം തീയതി നിങ്ങൾക്ക് നമ്മുടെ സർക്കുലർ ഫോർ ഡേറ്റ് ഷീറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ക്ലാസ് 10-നും അതുപോലെ തന്നെ 12-നും. ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ന്യൂ ആയിട്ടുള്ള നമ്മളുടെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് കണ്ടക്ട് ഓഫ് പ്രാക്ടിക്കൽ എക്സാമിനേഷൻസ് പ്രോജക്ട് ഇന്റേണൽ അസസ്മെന്റ് ക്ലാസ്സസ് 10 and 12 23-24 ആണ്. അതായത് നമുക്കറിയാം, ഇപ്പോൾ +2ലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രാക്ടിക്കൽ എക്സാംസ് ഉണ്ടല്ലേ. ഇനി 10 ആണെങ്കിലും +2 ആണെങ്കിലും അവർക്ക് ഇന്റേണൽ അസസ്മെന്റ്സും പ്രൊജക്റ്റും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അസസ്മെന്റും കാര്യങ്ങളും എങ്ങനെയാണ്, എപ്പോഴാണ് തുടങ്ങുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യമാണ് വന്നിട്ടുള്ളത്. ഇത് ആക്ച്വലി സ്കൂളുകളിലേക്കുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻ്റ് ആണ്. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് ഇത് പുറത്തുവിട്ടുള്ളത്. 22-ാം തീയതി വന്നതാണ് കേട്ടോ. അപ്പോൾ 22-ാം തീയതി എന്ന് പറയുമ്പോൾ ഇന്നലെ വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ 23-24 പ്രാക്ടിക്കൽ എക്സാംസ് എന്ന് പറയുന്നത്. അപ്പോൾ ദിസ് ഈസ് ഇൻ കണ്ടിന്യൂവേഷൻ ടു ദ സർക്കുലർ. ഓക്കെ, ആനുവൽ പ്രാക്ടിക്കൽ എക്സാമിനേഷനും ഇന്റേണൽ അസസ്മെന്റ് പ്രോജക്ട് ഫോർ ക്ലാസ് 10 and 12 ആണ്. 2023-24 പഠിക്കുന്ന, അതായത് മക്കളുടെ പ്രോജക്റ്റ് അതുപോലെ തന്നെ പ്രാക്ടിക്കൽസ് ഇന്റേണൽ അസസ്മെൻറ്റിൻ്റെ ഒക്കെ ഒരു എപ്പോഴാണ് സ്കെഡ്യൂൾ ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഇൻറ്റിമേഷനാണ്. ഫസ്റ്റ് വീക്ക് ഓഫ് ജാനുവരി 2024 അല്ലേ. അപ്പോൾ നമ്മളുടെ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് വീക്ക് ഓഫ് ജനുവരിയിലാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു ജാനുവരി 10-നുള്ളിൽ അല്ലെങ്കിൽ 10-ന് ശേഷമായിട്ട് നമ്മുടെ എക്സാംസ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും, ഇല്ലെങ്കിൽ ഫസ്റ്റ് വീക്ക് തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ. അപ്പോൾ ജാനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്പെക്ട് ചെയ്യുക നിങ്ങളുടെ എക്സാംസ് എന്ന് പറയുന്നത്. സോ ആൻഡ് ഓൾസോ കൃത്യമായിട്ട് നിങ്ങളുടെ സ്കൂൾസിന് ഓരോരോ ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസ് എങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങൾക്കും അതുപോലെ തന്നെ ഈ എക്സാംസ് എഴുതാൻ പോകുന്ന കുട്ടികളും അവരുടെ പാരൻസിനെയും കൃത്യമായിട്ട് അതിൻ്റെ ഡേറ്റ്സും കാര്യങ്ങളും അറിയിക്കുക. മാർക്സ് അതുപോലെ തന്നെ എൻ്റർ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഈ ഒരു PDF-ലുണ്ട്. ആക്ച്വലി അത് നമുക്ക് ബാധകമായിട്ടുള്ള കാര്യമല്ല, എന്നാലും എൻ്റെ കുട്ടികൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഇവിടെ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാനുള്ളത് ഡിസംബർ കഴിയാൻ പോവാണ്. ജനുവരി ഫസ്റ്റ് വീക്ക് തൊട്ട് തന്നെ നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് പഠിക്കാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പഠിച്ചു തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം തന്നെ മക്കളെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് വളരെ സീരിയസ് ആയിട്ട് എടുത്തു കൊണ്ടുപോവുക. കാരണം പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫെബ്രുവരി പകുതിയോടുകൂടെ നമ്മളുടെ എക്സാംസ്, അതായത് നിങ്ങളുടെ ഫൈനൽ എക്സാംസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ഇനി നമുക്ക് തീരെ സമയമില്ല, നന്നായിട്ട് തന്നെ എൻ്റെ കുട്ടികൾ പഠിച്ചു പോവുക. നമ്മുടെ ലൈവുകളും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ കറക്റ്റായിട്ട് കണ്ടുപോവാം. ഓക്കെ, ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക, നോട്ടിഫിക്കേഷൻ ഓണാക്കി വെക്കുക. ഇനി നിങ്ങൾക്ക് ലൈവുകളും കാര്യങ്ങളും ഒക്കെ നമ്മളുടെ ചാനലിൽ ഉണ്ടായിരിക്കും. സോ അത് മിസ് ചെയ്യാതിരിക്കുക. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.